സോ വെൽക്കം ബാക്ക് ടു ബൂട്ട് ക്യാമ്പ് ഡേ 5 ഗൈസ്. അപ്പോൾ നമ്മളൊരു 4 ഡേയ്സ് 4 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്രീവിയസ് വീഡിയോയുടെ അകത്ത്, അതായത് ലാസ്റ്റ് വീഡിയോയുടെ അകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സെഷൻസ് ആയിരുന്നു. അതായത് ഏതാണ് ബെറ്റർ ടൈം, അതായത് നാസ്ഡാക്ക് ട്രേഡ് ചെയ്യാൻ ബെറ്റർ ടൈം ഏതാണ്, അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ അകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു US ഫ്യൂച്ചേഴ്സ് ബൂട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ദിവസമായി, 4 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളത് പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ, പ്രീവിയസ് എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്ലേലിസ്റ്റിൽ പൊക്കെ കഴിഞ്ഞാൽ ഇവിടെ US ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു ബൂട്ട് ക്യാമ്പ് കാണാം. അതിനകത്ത് ഞാൻ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സോ ഇനി എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രീവിയസ് വീഡിയോയുടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെഷൻസിൻ്റെ ടൈമിങ്സ് ആൻഡ് ബെറ്റർ ടൈം ഏതാണ് നാസ്ഡാക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഒരു കാര്യങ്ങളായിരുന്നു നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് എങ്ങനെ ഡെമോ ട്രേഡ് ചെയ്യാം, അതായത് ആ ഒരു ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് എങ്ങനെ നമുക്ക് ഡെമോ ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിൾ നെയിംസും നാസ്ഡാക്കും മൈക്രോ നാസ്ഡാക്കും ആൻഡ് മിനി നാസ്ഡാക്കും ആൻഡ് കോൺട്രാക്ട് സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ആൻഡ് ഇതെങ്ങനെയാണ് എക്സിക്യൂഷനിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്, അതായത് ഒരു ഡെമോ ട്രേഡ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഡെമോ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് CMEയുടെ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആ ഒരു CMEയുടെ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, CME ഗ്രൂപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. ജസ്റ്റ് ബേസിക് ആയിട്ട് പ്ലെയിൻ ആയിട്ട് CME ഗ്രൂപ്പ് നമുക്കിവിടെ കാണാം. CMEgroup.com എന്നോട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ഫോർ റിസ്ക് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് CME ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് കാണാം. അപ്പം അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. സോ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡയറക്റ്റ്ലി ഈ ഒരു CME ഗ്രൂപ്പിന്റെ വെബ്സൈറ്റിലോട്ടായിരിക്കും നമ്മൾ പോണത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോപ്പിലായിട്ട് ഇവിടെ മാർക്കറ്റ്സ് കാണാമല്ലോ, മാർക്കറ്റ്സ് ക്ലിക്ക് ചെയ്യുക. സോ മാർക്കറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺ, സോയാബീൻ ആൻഡ് S&P 500, നാസ്ഡാക്ക്, അതായത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അത് എന്ത് ചെയ്യുക, നാസ്ഡാക്ക് 100ൽ ക്ലിക്ക് ചെയ്യുക, NQയിൽ ക്ലിക്ക് ചെയ്യുക. സോ NQയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ അവർ NQയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേജിലോട്ട് നമ്മൾ പോകും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഈ മിനി നാസ്ഡാക്ക് 100 ഫ്യൂച്ചേഴ്സ്, അതായത് ഇത് നോർമൽ NQ, സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ലോട്ടായിരിക്കും. മിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1 ടിക്കിന് $5 ആയിരിക്കും എൻ്റെ ഡോളർ വാല്യൂ വരുന്നത്. പിന്നെ മൈക്രോ, ഓക്കെ, മൈക്രോ കോൺട്രാക്ട്സ് നമുക്കറിയാം $0.5 പെർ ടിക്ക്. ഓക്കെ, നമ്മൾ പ്രീവിയസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓപ്ഷൻസ് കാര്യങ്ങൾ നോക്കണില്ല, ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ പ്രാക്ടീസ് എന്നിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പ്രാക്ടീസ് ക്ലിക്ക് ചെയ്യാം. സോ പ്രാക്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു അവരുടെ ആ ഒരു ഇൻ്റർഫേസിലോട്ട് സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇവരുടെ ഈ ഒരു ഡെമോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് സൈൻ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് സൈൻ അപ്പ് ചെയ്യാം. ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്, പുതിയ അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നേരെ ഒരു കസ്റ്റമർ സെൻറ്ററിലോട്ട് പോകും. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് നെയിം കാര്യങ്ങൾ ആൻഡ് നമ്മുടെ ഇമെയിൽ അഡ്രസ്. ഓക്കെ, ആ ഒരു ഇമെയിൽ അഡ്രസ്സും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതായത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിം വരാൻ പാടില്ല, ലാസ്റ്റ് നെയിം വരാൻ പാടില്ല, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് പാസ്വേഡ് എൻ്റർ ആയിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ChatGPTക്ക് കൊടുത്തിട്ട് ഒരു സ്ട്രോങ് പാസ്വേഡ് സെറ്റ് ചെയ്ത് തരാൻ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് വലിയൊരു കുഴപ്പം വരത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജോബ് റോൾസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം. ഓക്കെ, കമ്പനി ടൈപ്പ് ഞാൻ റാൻഡം ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, സോ പിന്നെ ഇതൊക്കെ ഓപ്ഷനിലാണ് നമ്മൾ ടിക്ക് ചെയ്യുന്നത്. വേണ്ട CME ഗ്രൂപ്പ് റിസർച്ച് പാനൽ കാര്യമില്ല. പിന്നെ പോളിസി അഗ്രിമെൻറ്റ്സിൽ ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ CME ഗ്രൂപ്പ് പ്രൈവസി നോട്ടീസ്, റെഡ് ആൻഡ് അഗ്രി ടേംസ് ഓഫ് യൂസ്, അഗ്രി റെസിവ് കമ്മ്യൂണിക്കേഷൻ റിഗാർഡിംഗ് CME ഗ്രൂപ്പ് പ്രൊഡക്ട്സ് ഓപ്ഷനിലാണ് കൊടുക്കേണ്ട. സബ്മിറ്റ് കൊടുക്കുക.
ഓക്കെ, പ്രോസസ്സിങ് ആവുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എന്ത് ചെയ്തിട്ടുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലിലോട്ട് ഒരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും. കുറച്ച് ടൈം എടുക്കും. എനിക്ക് തോന്നുന്നത് അത്ര വലിയ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടത്തില്ല. ജസ്റ്റ് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് ആ ഒരു ടൈം എടുക്കാറുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ മെയിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു മാർക്കറ്റ് ഡാറ്റ കിട്ടും. ആൻഡ് ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് നേരത്തെ എടുത്തു വെച്ചൊരു പാനലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡിംഗ് വ്യൂ പോലുള്ള ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാണാം ആക്ഷൻ റിക്വയർഡ്, പ്ലീസ് ആക്ടിവേറ്റ് യുവർ CME ഗ്രൂപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ടു ആക്ടിവേറ്റ് കൊടുക്കുക. സിമ്പിളാണ്, പ്രോസസ്സ് സിമ്പിളാണ്. ഓക്കെ, പിന്നെ നമ്മൾ സൈൻ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. മെയിൽ ID, എൻ്റർ ദ പാസ്വേഡ് ടു ഫിനിഷ് ഇമെയിൽ വെരിഫിക്കേഷൻ ആൻഡ് ആക്ടിവേറ്റ് അക്കൗണ്ട്, ലോഗിൻ കൊടുക്കുക. പ്രോസസ്സിങ് ആവുന്നുണ്ട്. ഇമെയിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അഗെയിൻ കസ്റ്റമർ സെൻറ്ററിലോട്ട് പോകുന്നുണ്ട്. Multi-factor authentication, this will take 5 to 7 minutes. To access CME group application, you need to add multi-factor authentication to your account. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് എന്താ പറയുക, ഇത് ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള അഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ നേരെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും പോണത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്ന സമയത്ത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് വാച്ച് ലിസ്റ്റ് പോലുള്ള ഒരു കാര്യം കാണാം. ഇവിടെ നമ്മുടെ ചാർട്ട് കാണാം. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിളിച്ചൊരു ഒരു മൂലക്കേക്ക് കൊണ്ടുപോകണം. വെൽക്കം ടു ദ ന്യൂ ട്രേഡിംഗ് സിമുലേറ്റർ, ചെക്ക് ഔട്ട് ദ യൂസർ ഗൈഡ്. ഓക്കെ, അത് നമുക്ക് വേണ്ട. ഓക്കെ, ഇത് നമുക്ക് ചാർട്ടൊന്ന് നമുക്ക് ചെറുതാക്കി വെക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അസെറ്റ്സ് നമുക്ക് കാണാം. അതായത് ഇവിടെ ആയിട്ട്. ഓക്കെ, ഇത് നമ്മുടെ മൈക്രോ ഹീമിനി MNQH6. ഓക്കെ, അതായത് ഇത് നമ്മുടെ മൈക്രോ നാസ്ഡാക്കിൻ്റെ കോൺട്രാക്റ്റ് ആണ്, മൈക്രോ കോൺട്രാക്റ്റ് ആണ്. പിന്നെ MES ആണ്. CS എന്ന് വെച്ച് കഴിഞ്ഞാൽ S&P 500ൻ്റെ ആണ്. ഓക്കെ, പിന്നെ H6 അത് യൂറോയുടെ ഒരു കോൺട്രാക്റ്റ് ആണ്, യൂറോ ഫ്യൂച്ചേഴ്സിൻ്റെ. ഓക്കെ, നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, MNQ. ഓക്കെ, മാർക്കറ്റ്സ് ഉണ്ട്, മൈക്രോ ഇമിനി നാസ്ഡാക്ക് MNQ, പിന്നെ S&P 500, ഇമിനി S&P 500, ഇമിനി നാസ്ഡാക്ക്. ഇത് NQ, ഇത് MNQ. ഓക്കെ, നമ്മൾ നാസ്ഡാക്കിലാണ് ഫോക്കസ് ചെയ്യണം. സോ വേറെ ഒന്നും നമ്മൾ നോക്കണില്ല. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ചാർട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് നാസ്ഡാക്ക് നോർമൽ NQയുടെ ചാർട്ട് ഞാൻ ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഇത് കൊണ്ടുവരാം, ഇത് നേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഏരിയയിലോട്ട് ആഡ് ചെയ്യാം. അയ്യോ, ഇവിടെ വന്നു. ഓക്കെ, ഇത് ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആ ഒരു ചാർട്ട് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് NQയുടെ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, MNQ ഇവിടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ചാർട്ട് ലോഡ് ആകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. സോ നമ്മുടെ മൈക്രോ നാസ്ഡാക്ക് കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. MNQ കൂടെ ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ചാർട്ട് കൊടുക്കുവാണ്. ഞാൻ നേരെ ഇവിടെ വരാം, ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇച്ചിരി ടൈം എടുക്കും ലോഡ് ആകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇൻ്റർനെറ്റ് കുറച്ച് സ്ലോ കൂടിയാണ്. അതാണ് ഈ ചെറിയൊരു ടൈം എടുക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ചാർട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് NQയുടെ ചാർട്ടാണ്. ഇത് മൈക്രോ നാസ്ഡാക്ക് MNQ. ഓക്കെ, ഇത് വെച്ചിട്ടാണ്, സിമ്പിൾ നെയിം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കോൺട്രാക്ട് ഐഡൻറ്റിഫൈ ചെയ്യണത്. MNQ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ആണ്. സോ NQ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ, നമ്മുടെ ഫുൾ കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ MNQ
എൻ ക്യൂ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ എൻ ക്യൂലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ മൈക്രോ ഓക്കെ മൈക്രോയിലോട്ട് വരുന്ന സമയത്ത് എൻ ക്യൂലോട്ട് വരുന്ന സമയത്ത് $0.5 പെർ ടിക്ക് അല്ലെങ്കിൽ പെർ കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ $0.5 പെർ ടിക്കാണ് വൺ കോൺട്രാക്ട്. ആൻഡ് പിന്നെ വരുന്നത് നോർമൽ എൻ ക്യൂ ഓക്കെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മിനി എന്ന് പറയാം. സോ മിനിയിലോട്ട് വരുന്ന സമയത്ത് നോർമൽ എൻ ക്യൂ അതായത് അത് വരുമ്പോൾ $5 പെർ ടിക്ക് അതായത് ഒരു കോൺട്രാക്റ്റ്. ഓക്കെ ഇനി ഇവിടെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇത് 5 മിനിറ്റ് ചാർട്ടാണ്. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ചാർട്ടിലോട്ട് വരാം. ഓക്കെ ഇവിടെ എനിക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അതായത് ഇപ്പോൾ എനിക്ക് മാർക്കറ്റ് ബൈ ചെയ്യണം. സോ ബൈ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഈ ഒരു ബൈ ബട്ടണിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ആ ഒരു ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ട്രേഡിംഗ് ഇന്റർഫേസിൽ തന്നെ. അതായത് ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ ഇതെടുക്കുവാണെങ്കിൽ, അതായത് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൊഫോം ചലഞ്ച് എടുക്കുവാണെങ്കിലും സെയിം ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ബൈ ആണ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ബൈ ബട്ടൺ ഉണ്ട്, സെൽ ബട്ടൺ ഉണ്ട്, ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഇവിടെ ഇപ്പോൾ ആ ഒരു പാനൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് ആണ്. ഓക്കെ ഓപ്ഷൻസും ഉണ്ട്, ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബൈ ആണോ സെല്ലാണോ സെലക്ട് ചെയ്യുക. ഓക്കെ ബൈ ആണ്. പിന്നെ എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഞാനിപ്പോൾ ഒരു 2 കോൺട്രാക്റ്റ് ഓക്കെ അതായത് ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ $0.5 പെർ ടിക്ക്. എൻ്റെ ഇപ്പോൾ ഞാനിവിടെ 2 കോൺട്രാക്റ്റ് എടുക്കുവാണെങ്കിൽ 0.5 ഇൻറ്റു 2 അതായത് $1 പെർ ടിക്ക് വരും. ആൻഡ് അതുപോലത്തെ ഞാനിവിടെ 3 കോൺട്രാക്റ്റ് എടുക്കുവാണെങ്കിൽ $1.5 പെർ ടിക്ക് വരും. 4 കോൺട്രാക്റ്റ് എടുക്കുവാണെങ്കിൽ $2 പെർ ടിക്ക് വരും. അതായത് 1 കോൺട്രാക്റ്റിന് $0.5 പെർ ടിക്ക്. ഓക്കെ 2 കോൺട്രാക്റ്റ് എടുക്കുവാണെങ്കിൽ 0.5 ഇൻറ്റു 2 $1 പെർ ടിക്ക് വരും. ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു $2 എടുക്കുക, മീൻസ് 2 കോൺട്രാക്റ്റ് എടുക്കുവാണ്. ആൻഡ് ഞാൻ ലിമിറ്റ് ഒന്നുമല്ല, മാർക്കറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അപ്പോൾ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക, ബൈ കൊടുക്കുക. ബൈ കൊടുക്കുക, കൺഫേം ഓർഡർ കൊടുക്കുക. ബൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് കാണാം ഓർഡർ പ്ലേസ് MNQ H6 ഒരു ഓർഡർ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. എനിക്ക് ഇത് ചാർട്ടിൽ കാണാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ്. ആക്റ്റീവാണ്. ഓക്കെ അതായത് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിട്ടാണ് അത് എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഡാറ്റ ഡിലേ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ സോ ഇപ്പോൾ നോർമലി കറൻ്റ്ലി എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ മിനി നാസ്ഡാക്ക് 1 മിനിറ്റ് ചാർട്ട് അല്ല ഇത്, MNQ H6. ഓക്കെ ഇതിൻ്റെ അകത്ത് ഡിലേ ഉണ്ട്. ആൻഡ് 10:45 ഞാൻ ആ ടൈം ഒന്ന് കറക്റ്റ് കൊടുത്തോട്ടെ. ടൈം സോൺസ് PC പ്ലസ് 5:30 കൊടുക്കാം, ഇന്ത്യൻ ടൈം കൊടുക്കാം. PC പ്ലസ് 5:30 എത്താം. ആൻഡ് ഇവിടുത്തെ ടൈം നോക്കുമ്പോൾ 22:15. ഇത് നമ്മൾ കറക്റ്റ് ഇപ്പോഴത്തെ ഓക്കെ നമ്മൾ കറക്റ്റ് ഒരു സമയത്തോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഇത് കറക്റ്റ് റിയൽ ടൈം ഡാറ്റ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഇവിടെ ഉണ്ട് റിയൽ ടൈം ഡാറ്റ അല്ല. പക്ഷെ ഇവിടെ എനിക്ക് നോക്കുമ്പോൾ MNQ നോക്കുമ്പോൾ മീൻസ് നോർമൽ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ ഒരു ബൈ ആണ് കാണുന്നത്. ഇത് സിമുലേറ്റർ ആണ്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ബൈ ചെയ്ത് ഇവിടെയാണ്. ഓക്കെ ബൈ ആണ് ചെയ്തത്. ഇവിടെ നമുക്ക് കാണാം ഒരു $18 ലോസിൽ $16 ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ലോങ് പൊസിഷൻ, നമ്മളിവിടെ ലോങ് പൊസിഷനാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വരാം, എത്ര പോയിന്റ് വെക്കണം എന്നുള്ളൊരു കാര്യം. നമുക്കിപ്പോൾ റൗണ്ട് ചെയ്തിട്ടൊരു എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഒരു 18.25. ഇതിൻ്റെ അകത്ത് ടിക്ക് കാണിക്കണം അത്ര ഇതായിട്ട് എനിക്ക് തോന്നില്ല. ഇത് സെറ്റിങ്സിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സൈസ്, ലോട്ട് സൈസ്, എൻട്രി പ്രൈസ്, ടിക്സ്. ടിക്സ് കാണിക്കുന്നുണ്ടല്ലോ.
200 ടിക്സ്. പക്ഷെ ഇവിടെ എനിക്ക് ടിക്ക് കാണുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. ടിക്സ് റിസ്ക് സൈസ്. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 82, അതായത് 1 ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.25 മൂവ്മെൻറ്റിനാണ് നമ്മൾ 1 ടിക്ക് എന്ന് പറയണം. ഓക്കെ, ഒരു 100 ടിക്ക് വരുവാണെങ്കിൽ ഇവിടെ വരും. ഓക്കെ, അതായത് ഒരു 25,193.75. പക്ഷെ എനിക്ക് ഇത് വെക്കുമ്പോൾ കറക്റ്റാണോ കിട്ടുന്നത്? ഇത് വെക്കുമ്പോൾ കറക്റ്റാണ്, കുഴപ്പമില്ല. എനിക്ക് ഇവിടെ കാണും ഈ ഒരു വാല്യൂ, ഇതാണ് ടിക്കായിട്ട് വരുന്നത്. നമുക്കൊരു 100 ടിക്കിൽ വെക്കാം. ഓക്കെ, 100 ടിക്കിൽ സ്റ്റോപ്പ് ലോസ്. നമ്മളിവിടെ ബൈ ആണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുക നമ്മൾ സെൽ സ്റ്റോപ്പ് ആണ് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുക, പ്ലേസ് ഓർഡർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെല്ലാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ മാർക്കറ്റ് ഓർഡർ അല്ല, സ്റ്റോപ്പാണ്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ്. സ്റ്റോപ്പ് സെലക്ട് ചെയ്യുക. ഇനി ആ ഒരു പ്രൈസ്, ഏത് പ്രൈസിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 25,193.50. 25,193.50 വന്നിട്ട് എന്ത് ചെയ്യാം? ആ ഒരു സെൽ സ്റ്റോപ്പ് ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, കൺഫേം ഓർഡർ കൊടുക്കുക. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ഏരിയയിലായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര നമുക്ക് ലോസ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള എത്ര? 2 കോൺട്രാക്റ്റ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ 100 ടിക്കാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, 1 കോൺട്രാക്റ്റ് ആണെങ്കിൽ $0.5 പെർ ടിക്ക്, 2 കോൺട്രാക്റ്റ് ആണെങ്കിൽ $1 പെർ ടിക്ക്. അപ്പോൾ $1 പെർ ടിക്ക് എന്ന് പറയുമ്പോൾ $100 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 100 ഇൻറ്റു 1, അതായത് $100 ആയിരിക്കും ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലോസ് വരുന്നത്. ആൻഡ് ടാർഗറ്റ് നമുക്കൊരു 1:1 തന്നെ സെറ്റ് ചെയ്യാം. ഒരു $100 സ്റ്റോപ്പ് ലോസ് സെറ്റ് മീൻസ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. 100 ടിക്ക് തന്നെ ഒരു 1:1 എന്നുള്ള രീതി. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്ലേസ് ഓർഡർ കൊടുക്കുക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വരുന്ന സമയത്ത് അതും സെല്ലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ലിമിറ്റ് സെലക്ട് ചെയ്യുക, സെൽ ലിമിറ്റ് ആണ്. സെൽ ലിമിറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ടാർഗറ്റ് പ്രൈസ് 25,244, 25,244, 25,244 എന്ത് ചെയ്യുക? സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം, സെൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇത് ടാർഗറ്റ് ആണ്, ഇത് സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ബൈ ഓർഡറിന് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യണം. ഈ ഒരു രീതിയിലാണ് ഇത്. എനിക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് ഇവിടെ കൊണ്ടുവെക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കാം. അമൻഡ് കൊടുക്കുക, കൺഫേം ഓർഡർ കൊടുക്കുക. ഓക്കെ, ഇനി എനിക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കണമെങ്കിൽ സെയിം ഇത് ഡ്രാഗ് ചെയ്യുക. എനിക്കിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ അമൻഡ് കൊടുക്കുക, കൺഫേം ഓർഡർ കൊടുക്കുക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഹിറ്റ് ചെയ്യുമെന്ന് നോക്കാം. ആൻഡ് കറൻ്റ്ലി നമ്മുടെ ഇത് ഞാൻ നേരത്തെ കുറച്ച് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്തായിരുന്നു. പ്ലാറ്റ്ഫോം നോക്കാൻ പറ്റും, അതാണ് ഇത്ര $220 ലോസ് കാണിക്കുന്നത്. ഈ ഒരു ട്രേഡിൽ നമുക്കൊരു $39 ലോസ് ആണ് കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓപ്പൺ ക്ലോസ്ഡ്. കറൻ്റ്ലി റൺ ആയിക്കൊണ്ടിരിക്കുന്ന ട്രേഡ്. വെയിറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എക്സിക്യൂഷൻ ഒന്ന് കാണിച്ചെന്നുള്ളൂ. ആൻഡ് നമ്മളിപ്പം മൈക്രോ കോൺട്രാക്റ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഒരു കോൺട്രാക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മൈക്രോ ആൻഡ് മിനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ശരിക്കും ചാർട്ടിൽ വന്നിട്ട് തന്നെയാണ്. ഓക്കെ, സോ മൈക്രോ ഈമിനി നാസ്ഡാക്ക്, പിന്നെ ഈമിനി നാസ്ഡാക്ക് NQH6 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിനി കോൺട്രാക്റ്റ് ആണ്, നോർമൽ $5 പെർ ടിക്ക്. MNQ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ കോൺട്രാക്റ്റ് ആണ്, $0.5 പെർ ടിക്ക്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത് എന്താണ്? സെല്ലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. ഇത് ജസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു സ്റ്റോപ്പ് ലോസ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യണം. ട്രേഡ് ക്യാൻസൽ ആയില്ലേ? സെൽ ലിമിറ്റ് അടിച്ചിട്ടും ട്രേഡ് ക്ലോസ് ആയിട്ടില്ലല്ലോ. ഇതെന്താണ്? ഓക്കെ,
സോ പ്ലാറ്റ്ഫോം അത്ര സുഖമുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല, ബട്ട് ജസ്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് പഠിക്കാൻ അത്രേ ഉള്ളൂ. സെൽ എത്ര ഓക്കെ, ആ ഒരു നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്നായിരുന്നു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2 കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. 1 കോൺട്രാക്റ്റ് ഇപ്പോഴും റണ്ണിങ് ആണ്. ഈ ഒരു 1 കോൺട്രാക്റ്റ് നമുക്ക് ഇപ്പോൾ സെല് ചെയ്യാം. ഓക്കെ, അത് സെല് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് എന്തായിട്ട് ഇനി നമുക്ക് സെല് ചെയ്യാം, ഷോർട്ട് സെല് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ഷോർട്ട് സെല് ചെയ്യാം. ഷോർട്ട് സെല് ചെയ്യാൻ സെല്ല് ക്ലിക്ക് ചെയ്യുക, സെല്ല് കൊടുക്കുക, മാർക്കറ്റ് എത്ര കോൺട്രാക്റ്റ് ആണ്. അപ്പം എനിക്ക് 2 കോൺട്രാക്റ്റ് സെല് ചെയ്യണമെങ്കിൽ 2 കോൺട്രാക്റ്റ് കൊടുക്കുക. ഓക്കെ, കൺഫേം ഓർഡർ കൊടുക്കുക. ഇപ്പം എന്തായിട്ടുണ്ട്, ഇവിടെ ആയിട്ട് നമ്മുടെ സെൽ പൊസിഷൻ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ആ ഒരു ഷോർട്ട് പൊസിഷൻ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യണ്ടേ. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ഹൈയിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, ഒരു 45 ടിക്സ്. അതിന് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, ഇനി പ്ലേസ് ഓർഡർ കൊടുക്കാം. നമ്മൾ ചെയ്ത ഇപ്പോൾ സെല്ലാണ് ഇത്, ഇതിന് സ്റ്റോപ്പ് ലോസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെല്ലിൻ്റെ ഷോർട്ട് സെൽ ഓർഡറിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ആണ്. ബൈ സ്റ്റോപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ പ്രൈസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് 25,211.5 ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൺഫേം ഓർഡർ കൊടുക്കുക. ഇവിടെ ഓർഡർ ഫിൽഡോ ഒരു മിനിറ്റ്, ഇതിൻ്റെ അകത്ത് ഒരു ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട്. സെൽ സ്റ്റോപ്പ് 2 ക്വാണ്ടിറ്റി സെല്ല് മാർക്കറ്റ് അല്ല. ഓക്കെ, ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ. ക്വാണ്ടിറ്റി സെല്ല് സോറി ബൈ സ്റ്റോപ്പ് 25,211.5. ഓക്കെ, ബൈ ആണ്, ബൈ സ്റ്റോപ്പ് ആണ്. കൺഫേം ഓർഡർ മാർക്കറ്റ് ഓർഡർ ആയിട്ടാണല്ലോ എക്സിക്യൂട്ട് ആവണേ. അത്യാവശ്യം കയറി പോവാണല്ലോ. ഇവിടെ ഒരു സെൽ പൊസിഷൻ കൂടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കാം. സെല്ലാണ് നമ്മൾ ചെയ്യണത്, ഒരു 50 ടിക്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, മാർക്കറ്റ് സെൽ 1 കോൺട്രാക്റ്റ്. ഓക്കെ, ഇപ്പോൾ അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ വെക്കുമ്പോൾ ഓക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. കമൻറ്റ് ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെടുത്തിട്ട് ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ സെല്ല് ചെയ്തു, താഴോട്ട് വരുവാണ്. ഒരു $6 പ്രോഫിറ്റ് കാണാം. നമ്മൾ ജസ്റ്റ് ഒരു 1 കോൺട്രാക്റ്റ് മാത്രമേ സെല്ല് ചെയ്തിട്ടുള്ളൂ, മൈക്രോ കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ $0.5 പെർ ടിക്കാണ് ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് വരുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് ആൻഡ് ടാർഗറ്റ്. ഇത് ആ ഒരു ഓർഡർ സെറ്റ് ചെയ്യണ കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, നമ്മളത് എക്സിക്യൂട്ട് വരുമ്പോഴത്തേക്ക് അത് ശരിയാവും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ബൈ ലിമിറ്റ് പ്രൈസ് വരുന്നത് 25, കുറച്ചുകൂടെ കയറ്റി വെക്കാം, 25,218. കൺഫേം ഓർഡർ. ഓക്കെ, ഇവിടെ നമ്മുടെ ടാർഗറ്റും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു സ്റ്റോപ്പ്, ഇത് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇവിടെ വരുമ്പോൾ അത് സെല്ലാവാൻ വേണ്ടിയിട്ട്. ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ തന്നെ നമുക്ക് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് എക്സിക്യൂട്ട് ആയിരുന്നു. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ വന്നിട്ട് മീൻസ് ടാർഗറ്റിൽ വന്നിട്ട് അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്ലോസ് ചെയ്യുക. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മാനുവലി ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ നമ്മൾ ടാർഗറ്റാണ് ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ ഞാൻ ട്രേഡ് ചെയ്ത് ഇപ്പോൾ MNQ ആണ്. ഓക്കെ, അതായത് മൈക്രോ
നാസ്ഡാക്ക് ആണ്. ഇപ്പം നമ്മൾ $0.5 പെർ ടിക്ക്. ഇപ്പം നമ്മുടെ നോർമൽ കോൺട്രാക്റ്റ് ആണെങ്കിൽ, അതായത് മിനി കോൺട്രാക്റ്റ് ആണെങ്കിൽ നമ്മുടെ എൻ ക്യൂ ഇവിടെ എന്ത് ചെയ്യുക, ചാർട്ടിലോട്ട് ആഡ് ചെയ്യാം, ചാർട്ട് കൊടുക്കാം. ആൻഡ് ഇവിടെ എൻ ക്യൂ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ ക്യൂയുടെ പകരം എൻ ക്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ ക്യൂയുടെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ ക്യൂ ആണെങ്കിൽ എന്തായിരിക്കും, $5 പെർ ടിക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ബൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബ്രേക്കറിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പറയണതാണ്. എനിക്ക് ഇവിടെ വെച്ചിപ്പോൾ ഒരു ബൈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെയല്ലേ പ്രൈസ് ഉള്ളത്. ഓക്കെ, അല്ലല്ലോ, പ്രൈസ് ഇവിടെ അല്ല, ഇവിടെ കാണിക്കണം. ഇപ്പം ഇതൊരു ഡെമോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത്ര കറക്റ്റായിട്ട് നമുക്ക് ഡാറ്റ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ വെച്ചിട്ട് എനിക്കിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം. നമുക്ക് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് പഠിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഇവിടെ വെച്ച് ബൈ ചെയ്യണമെങ്കിൽ ബൈ എടുക്കാം. ഇവിടെ ഈ പറഞ്ഞ പോലെ ടിക്ക് പ്രൈസ് പറഞ്ഞാൽ എത്രയാണ്, $5 പെർ ടിക്കാണ്. നമുക്കിവിടെ ഞാൻ ജസ്റ്റ് ഒരു 2 കോൺട്രാക്റ്റ് എടുക്കുവാണ്. ഓക്കെ, 2 കോൺട്രാക്റ്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ $10 പെർ ടിക്ക് വരും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ എൻ ക്യൂ ആണ് ട്രേഡ് ചെയ്യണത്, എൻ ക്യൂ അല്ല. എൻ ക്യൂലോട്ട് വരുമ്പോൾ 1 കോൺട്രാക്റ്റിന് $5 പെർ ടിക്ക്, 2 കോൺട്രാക്റ്റിന് 5 ഇൻറ്റു 2 $10 പെർ ടിക്ക്. ഓക്കെ, ഞാനൊരു ബൈ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഞാനൊരു 25 പിപ്സ്. ഓക്കെ, ടാർഗറ്റ് ഞാനൊരു 25 ടിക്സ് ആ രീതിയിലാണ് സെറ്റ് ചെയ്യണത്. ഒരു ബൈ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഓർഡർ ഓക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ആയിട്ടില്ല. അപ്പം അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, കുഴപ്പമില്ല. നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാം. ആൻഡ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തേ, ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് ഒരു 50 ടിക്സ്, 1:1. നമുക്ക് ഒരു $105 ലോസിലോട്ട് പോകുന്ന കാണാം. ഓക്കെ, ഈ പറഞ്ഞ പോലെ $10 പെർ ടിക്കാണ്. അപ്പോൾ $70 ലോസ് പോയിട്ടുണ്ടെങ്കിൽ $7 ടിക്ക് മൈനസിലോട്ട് പോയിട്ടുണ്ട്. 50 ആൻഡ് 50 180 10 145. ഓക്കെ, ഇവിടെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം. നമ്മൾ ബൈ ആണ് ഇത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്ന സമയത്ത് സെൽ സ്റ്റോപ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ എത്തി 25 195 വെക്കാം. 195. ഓക്കെ, ഇവിടെ നമ്മുടെ 1 സെൽ സ്റ്റോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ടാർഗറ്റും സെറ്റ് ചെയ്യാം. പ്രൈസ് ഓർഡർ ടാർഗറ്റ് വരുമ്പോൾ സെൽ ലിമിറ്റ് ആണ് നമ്മളെ ടാർഗറ്റ് വരും. ഓക്കെ, പ്രൈസ് 25,231. നമ്മുടെ ഒരു കോൺട്രാക്റ്റ് റൺ ആവണുണ്ടല്ലോ, 2 കോൺട്രാക്റ്റ് വന്നില്ലേ. എനിക്ക് മാർജിൻ ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് 1 കോൺട്രാക്റ്റ് മാത്രമേ റൺ ആവുള്ളൂ. സോ 1 കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ $5 പെർ ടിക്ക്. ഓക്കെ, അപ്പോൾ ഒരു 68 ടിക്ക് ഉണ്ടെങ്കിൽ 68 ഇൻറ്റു 5 ആയിരിക്കും നമ്മുടെ ലോസ് വരണം. ഓക്കെ, അപ്പോൾ ഒരു 50 നമുക്ക് കൺവേർട്ട് ചെയ്യാം. 50 വെച്ചിട്ടുണ്ട്. അതായത് 50 ടിക്കാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 50 ഇൻറ്റു 5 എന്താ പറയുക, ഒരു $250 ആയിരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് വരണത്. ടാർഗറ്റ് നമ്മളൊരു 50 ടിക്സ് വെക്കുവാണെങ്കിൽ, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു $250 പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് വരണത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതൊരു
ഫ്രീ പ്ലാറ്റ്ഫോമാണ് CME ഗ്രൂപ്പിൻ്റെ തന്നെ. സോ അവർ തന്നെ നമുക്കൊരു ഡെമോ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ആ എക്സിക്യൂഷൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയതുകൊണ്ട് നമുക്ക് മോസ്റ്റ്ലി ആ ഒരു ഫ്യൂച്ചേഴ്സ് പ്രോഫോംസ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ വഴിയെ പറയും. സോ ഫസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യങ്ങളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ഞാൻ എന്തായാലും ഫ്യൂച്ചേഴ്സ് പ്രോഫോംസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഡേ 5 ഇത്രേ ഉള്ളൂ. അപ്പോൾ ഡേ 6 ആയിട്ട് നമുക്ക് നാളെ കാണാം പുതിയൊരു ടോപ്പിക്കായിട്ട്. അപ്പോൾ ബൈ. നിങ്ങൾ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ബൈ.